അപ്പോൾ ഇന്ന് നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു 3-4 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഇത് രാത്രി ഏറ്റവും ലാസ്റ്റ് കൊടുക്കാനുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ. അത് സർപ്രൈസായിട്ട് രാത്രി 12 മണിക്ക് കൊടുക്കാനുണ്ടായിരുന്നതാണ്. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അത് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ക്ലീനിങ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്നത്തേക്ക് നമുക്കൊരു 3-4 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ ഒന്ന് 1 kg റെഡ് വെൽവെറ്റും ഒന്ന് 1 kg ചോക്കോ വെൽവെറ്റ്, പിന്നെ വൈറ്റ് ഫോറസ്റ്റ്, വാനില, അങ്ങനെ 3-4 ഫ്ലേവറിലുള്ള കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മീനെല്ലാം പൊരിച്ചിട്ട് പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് അവരൊക്കെ എടുത്ത് ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ പിറ്റേന്നത്തെ വർക്കിന് വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ വന്നപ്പോൾ ഏകദേശം ഒരു 10:30 ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിറ്റേന്ന് ചെയ്യാനുണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി 1-2 കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പകൽ ടൈം കിട്ടിയ സമയത്ത്. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു 1.5 kg കേക്കായിരുന്നു. അതൊരു വൈറ്റ് ഫോറസ്റ്റും വാനിലയായിരുന്നു. അപ്പോൾ ഓൾറെഡി അന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് 3-4 കേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേന്നത്തേക്കുള്ള വർക്ക് ഇത്ര ലേറ്റ് ആയത്. ചില ദിവസം അങ്ങനെയാണ്, ഒരു 1:30-2 മണി ചിലപ്പോൾ 2:30 വരെയൊക്കെ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമുക്ക് ഇതുപോലെയൊന്നുമില്ല, 1-2 ഓർഡറുകളൊക്കെ ഉണ്ടാവും. പിന്നെ ചില ദിവസങ്ങളിലാണ് ഇതുപോലെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കായതുകൊണ്ട് തന്നെ വലിയ മടുപ്പൊന്നും തോന്നാറില്ല. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി ബേക്ക്ഡ് ആയിട്ടുള്ള കേക്ക്സ് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റിന് റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ചോക്കോ വെൽവെറ്റിന് വേണ്ടിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അത്രയും കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥയും ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കുറേ സമയം കൊണ്ട് കഴുകി തീർത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുത്തു. അപ്പോൾ പിറ്റേന്നത്തേക്കുള്ള 4 കേക്ക് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു. 4ഉം പല സമയത്തായിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഉച്ചയ്ക്ക് കൊടുക്കാനുണ്ട്, വൈകിട്ട് കൊടുക്കാനുണ്ട്, പിന്നെ രാത്രി 2 എണ്ണം, അങ്ങനെയൊക്കെയാണ് കേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഒരു 12:45 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർക്ക് കഴിഞ്ഞു.